നൂഹ് നബിയുടെ മകൻ കൻആൻ, ലൂത്ത് നബിയുടെ ഭാര്യയും നൂഹ് നബിയുടെ ഭാര്യയും അവര് മോശക്കാരായി മാറുന്നു. എന്നാൽ മോശക്കാരായ വാപ്പയിൽ നിന്ന് നല്ല മക്കളുണ്ടായില്ലേ? അബൂജഹലിൽ നിന്ന് അബൂജഹൽ എന്ന് പറഞ്ഞാൽ ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് കണ്ട ഫിർഔനാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾക്ക് പറയേണ്ടി വന്നു. അത്ര ദുൽമ ചെയ്ത ആളാണ് ഫിർഔനു ഹാദിഹിൽ ഉമ്മ. ആയിരക്കണക്കിന് ആളുകളെ ഈജിപ്തിൽ ചുട്ടുകൊന്ന മനുഷ്യനാണ് ഫിർഔൻ. റംസീസ് രണ്ടാമൻ, അവന്റെ ഡെഡ് ബോഡി മ്യൂസിയത്തിലുണ്ട്, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ മ്യൂസിയത്തിൽ. പലരും കണ്ടിട്ടുണ്ടാവും, ഞാൻ കണ്ടിട്ടുണ്ട്. ലാലിമ, കണ്ട പച്ച പാവായി കിടക്കുന്നുണ്ട്. എന്തൊരു ലാലിമ! അന്നാറു യുറദൂന അലൈഹ ഉദുവ്വൻ വഅശിയ അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്. അങ്ങനത്തെ ഫിർഔൻ. അബൂജഹലിനെ കുറിച്ച് പറഞ്ഞു, ഇവൻ ഈ ഉമ്മത്തിന്റെ ഫിർഔനാണ്. അംർ ഇബ്നു ഹിഷാം ഖുറൈശിയാണ്. എന്ത് കാര്യം? അയാളുടെ വീട്ടിൽ നിന്നാണ് ഈമാനിന്റെ ചുണക്കുട്ടി വന്നത്. ആരെന്നറിയോ? ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ, അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു. നോക്കണേ, ഇന്ന് നടക്കുന്നില്ല അങ്ങനെയൊക്കെ. വലിയ ദീനിനെ അത്രയും ആക്ഷേപിച്ച്, പരിഹസിച്ച്, ചീത്ത വിളിച്ച്, കൊലവിളി നടത്തി, നമ്മുടെ അസ്തിത്വവും നമ്മുടെ രാജ്യസ്നേഹവും ചോദ്യം ചെയ്ത് എന്ത് പറഞ്ഞാലും രാജ്യദ്രോഹി എന്ന് പറയും. അങ്ങനെ പറയുന്നവരുടെ ചുറ്റുവട്ടങ്ങളിൽ, അവരുടെ വീടിന്റെ ഉള്ളിൽ ഈമാൻ അള്ളാഹു കൊടുക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ തീരുമാനമാണ്. മക്കൾക്ക് പേടിച്ചിട്ട് ചെയ്യാതിരുന്നൂടെ? പക്ഷെ അള്ളാഹു അവർക്കൊരു ധൈര്യം കൊടുക്കും. എന്തിനാ? അബൂജഹലിന്റെ വീട്ടിൽ നിന്നാണ് ഇക്രിമ തങ്ങൾ വന്നത് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ പറഞ്ഞു, ലാ തസുബ്ബു അബാ, എന്റെ ഇക്രിമയുടെ വാപ്പയെ ചീത്ത പറയരുതേ. ആരാ ഇക്രിമന്റെ വാപ്പ? അബൂജഹലാണ്. ഫഇന്ന സബ്ബൽ മയ്യിതി മയ്യത്തിനെ ചീത്ത പറഞ്ഞാൽ അത് ആ മയ്യത്തിന് അറിയുന്നില്ല. പക്ഷേ ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് പ്രയാസമുണ്ടാകും. തങ്ങൾക്കറിയാം, ഇക്രിമ തങ്ങൾ ഇപ്പൊ കലിമ ചൊല്ലി മുസ്ലിം ആവാൻ പോകുന്നുണ്ട്. തങ്ങൾ ആദ്യമേ പറഞ്ഞു കൊടുത്തു. എന്നാൽ അബൂജഹലിന്റെ മോനോടോ എന്റെ വാപ്പല്ലേ അങ്ങനെ ചെയ്ത്, റസൂലുള്ളാഹിനെ എങ്ങനെ ചെയ്തത് ഇതൊന്നും പറയാൻ നിൽക്കരുതേ, ഇക്രിമ മുഅ്മിനായി വരുന്നുണ്ട് എന്ന് ഹബീബായ നബി സൂചിപ്പിക്കുമായിരുന്നു. ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ. വലീദ് ഇബ്നു ഉഖ്ബ, ബദറിൽ കൊല്ലപ്പെട്ട ഖുറൈശി നേതാക്കളുടെ നേതാവാണ് വലീദ്. വലീദിന്റെ വീട്ടിൽ നിന്നൊരു സ്വഹാബി വന്നില്ലേ? ആരാത്? ഖാലിദ് ഇബ്നുൽ വലീദ്, സൈഫുല്ലാഹി എന്ന് നബി തങ്ങൾ പേരിട്ട ദീനിന്റെ ചുണക്കുട്ടി ഖാലിദ് റളിയല്ലാഹു അൻഹു. മുഅ്തയിലും യമാമയിലും ഖാദിസി അടക്കമുള്ള യുദ്ധങ്ങളിൽ ദീനിന് നേതൃത്വം കൊടുത്ത മഹാൻ ഖാലിദ് ഇബ്നു വലീദ് തങ്ങള്. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ മുനാഫിക്കുകളുടെ നേതാവാണ്. അയാളുടെ വിഷയത്തിലാണ് വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും ലഹു അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അതിൽ അഹങ്കാരിയായ മനുഷ്യനുണ്ടാകുമെന്ന് നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി പറയാൻ പാടില്ലാത്തത് മദീനയിൽ ഗോസിപ്പ് പറഞ്ഞു നടന്ന മനുഷ്യൻ. ആ മനുഷ്യൻ ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ, കാഫിറുകളെ ശിക്ഷിച്ചതിന്റെയും താഴെ നരകത്തിന്റെ ഏറ്റവും വലിയ ചൂടിലാണ് മുനാഫിക്കുകൾ കിടക്കുന്നത്. ആ മുനാഫിക്കുകളുടെ നേതാവാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ്. പേരല്ല, പേര് അബ്ദുള്ള. പറഞ്ഞ എന്താ കാട്ടുന്നത്? ഉബയ്യ്, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ്. ആ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന്റെ അതേ ചോരയിൽ ദീനിന്റെ ചുണക്കുട്ടിയുള്ള സ്വഹാബി അല്ലാഹു നൽകി. ആ സ്വഹാബിന്റെ പേരാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. പാപ്പാന്റെ പേര് അബ്ദുള്ള, മോന്റെ പേര് അബ്ദുള്ള. മകൻ അബ്ദുള്ള സ്വഹാബിയാണ്, വാപ്പ അബ്ദുള്ള നരകത്തിന്റെ തട്ടിലാണ് എന്ന് ഖുർആൻ എത്ര തവണ പറഞ്ഞു. അങ്ങനെ സംഭവിക്കും. അല്ലാഹുവിന്റെ രീതികളാണ്, റബ്ബിന്റെ തർത്തീബുകളാണ്. എന്തിനെന്നറിയോ? നമ്മോട് ദ്വാരക്കാൻ വേണ്ടി പറയാം. ഫറോവയുടെ ഞാനാണ് പടച്ചതമ്പുരാൻ, ഞാനാണ് വലിയ ആള് എന്നല്ല പറഞ്ഞത്. അന റബ്ബുകുമുൽ അഅ്ലാ, നിങ്ങൾക്ക് പടച്ചോന്മാരുണ്ടെങ്കിൽ, ദൈവങ്ങളുണ്ടെങ്കിൽ ഐ ആം ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദം, ഞാൻ അതിൽ ഏറ്റവും വലിയ തമ്പുരാനാണ് എന്ന് പറഞ്ഞ ഫറോവയുടെ കൂടെ ബെഡിൽ കഴിഞ്ഞ, വിവാഹിതയായി ജീവിച്ച, ഭാര്യയായി ജീവിച്ച ആസിയ ബിൻതു മുസാഹിം റളിയല്ലാഹു അൻഹാ. ആസിയ ബീവി മുഅ്മിനത്തല്ലേ? ഭർത്താവ് തോന്നിവാസിയായത് ആസിയ ബീവിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയോ?
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വാപ്പയാണ് ആസർ എന്ന് പറയും, അല്ല താറഖാണെന്ന് പറയും. അലാ കിൽത റിവായതൈൻ. ആസർ എന്ന മനുഷ്യൻ ബഹുദൈവ ആരാധന ചെയ്ത് ബിംബുണ്ടാക്കി വിറ്റ ആളാണ്. പക്ഷെ ഇബ്രാഹിം നബി നബിയല്ലേ, ഖലീലുർ റഹ്മാൻ. നോക്കണേ, വാപ്പ ബിംബം വെക്കുന്ന ആള്, മകനാണെങ്കിലോ അള്ളാന്റെ ഖലീൽ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ ഹിക്മത്തുകളാണ്. ومن عجب جاءت يد الشوك بالولد. ഇത് അത്ഭുതമാണ്. വാപ്പ നന്നാകുമ്പോൾ മക്കൾ മോശമാകുന്നവരുണ്ട്, വാപ്പമാരെ മോശമാകുമ്പോൾ മക്കൾ നന്നാവുന്നവരുണ്ട്. എന്തേ കാരണം എന്നറിയോ? യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്. അതിനു മുമ്പ് നമ്മുടെ പഴയ ഉസ്താദുമാരൊക്കെ ഇങ്ങനെ ദ്വാരക്കും പറയും, അല്ലാഹുവേ നിന്റെ റസൂലുള്ളാഹിന്റെ തൃക്കല്യാണത്തിന് നാളെ കൂട്ടിത്തരയണമേ. എന്താണ് സംഭവം മനസ്സിലാക്കുന്നത്? തൃക്കല്യാണം എന്ന് പറഞ്ഞത് നാളത്തെ റസൂലുള്ളാഹിന്റെ തൃക്കല്യാണത്തിന് ഞങ്ങളെ കൂട്ടിത്തരയണമേ. ഇപ്പൊ അങ്ങനെ ദ്വാരക്കാറില്ല, അല്ലെ കേൾക്കാറില്ല, കുറവാണ്. പഴയ ഉസ്താദുമാർ അങ്ങനെ ദ്വാരക്കല്, റസൂലുള്ളാഹിന്റെ തൃക്കല്യാണത്തിന് കൂട്ടിത്തരയണമേ. തിരുകല്യാണം എന്താ അതിനർത്ഥം എന്നറിയോ? ഈ ആസിയ ബീവി, ഫറോവക്ക് മക്കളുണ്ടായിട്ടില്ല ആസിയ ബീവിയില്. ആസിയ ബീവിയെ റസൂലുള്ളാഹി തങ്ങൾ വിവാഹം ചെയ്യുമെന്ന് ഹദീസുണ്ട്. സ്വർഗത്തിൽ വെച്ച് റസൂലുള്ളാഹി തങ്ങൾ ആസിയ ബീവിയെ വിവാഹം ചെയ്യുന്ന ആ തിരുകല്യാണത്തിന് പോകാനുള്ള തൗഫീക്ക് തരണേ പടച്ചോനെ എന്നാണ് ആ പറഞ്ഞ ദുആന്റെ അർത്ഥം. റസൂലുള്ളാഹിന്റെ തൃക്കല്യാണത്തിന് കൂട്ടിത്തരയണമേ എന്ന് പറഞ്ഞാൽ തിരുകല്യാണം, ആ ബഹുമാനപ്പെട്ട വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കും. തങ്ങൾ ആസിയ ബീവി വിവാഹം ചെയ്യുമെന്നാണ്. ആസിയ ബിൻതു മുസാഹിം റളിയല്ലാഹു അൻഹ ഫറോവന്റെ ദുൽമു കൊണ്ട് ശരീരത്തിലാകമാനം ചുട്ടുപഴുത്ത കുന്തം കൊണ്ട് കുത്തി ഇറക്കി മുറിവുകളാക്കി ചോര ചിന്തി മരിച്ച മഹദിയാണ് ആസിയ റളിയല്ലാഹു അൻഹ. അപ്പോൾ മഹദി പറഞ്ഞു, റബ്ബേ ഫറോവയുടെ കൊട്ടാരമാണിത്, എനിക്കിതൊന്നും വേണ്ട, നാളെ നിന്റെ അരികത്ത് എനിക്കൊരു വീട് വേണം. സഅലത്തിൽ ജിവാറ ഖബല അദ്ദാർ. വീട് വേണം സ്വർഗത്തിൽ, അത് നിന്റെ അടുത്ത്. അങ്ങനെയല്ല, നിന്റെ അടുത്ത് ഒരു വീട്. ആദ്യം അള്ളാനെയാ ചോദിച്ചത്, കുറച്ചോനെ നിന്റെ അടുത്ത് എനിക്ക് എത്തണം, അവിടെ ഒരു വീട്. സഅലത്തിൽ ജാർ ഖബല അദ്ദാർ. അതാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ. ആ ബീവിയെ നബി തങ്ങൾ കല്യാണം കഴിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്. അല്ലാഹു തആല മയ്യിത്തിൽ നിന്ന് ജീവനെ കൊണ്ടുവരുന്നവനാണ്, ജീവനിൽ നിന്ന് മയ്യിത്തിനെയും അല്ലാഹുവിനെ കൊണ്ടുവരാൻ കഴിയും. അതിന് തഫ്സീർ കൊടുത്തെന്താണെന്നറിയോ? ഐ അൽ മുഅ്മിന മിനൽ കാഫിർ. പടച്ചവനില്ല എന്ന് നിഷേധിക്കുന്ന ആളിൽ നിന്ന് വിശ്വാസിയായ മുഅ്മിന് വരാനും അല്ലാഹു കഴിയും. വൽ കാഫിറ മിനൽ മുഅ്മിൻ. നല്ല വാപ്പയാണ്, മക്കൾ നിരീശ്വരവാദിയായി എന്ന് വരും, അങ്ങനെയും സംഭവിക്കും. ജീവനുള്ളത് ഇന്ന് മയ്യിത്ത് എന്ന് പറഞ്ഞാൽ ജീവനുള്ളത് മുഅ്മിൻ, മയ്യിത്ത് പടച്ചവനെ നിഷേധിക്കുന്നവർ, ദൈവത്തെ നിഷേധിക്കുന്നവർ. മയ്യത്തിൽ നിന്നും ജീവൻ, കുഫറിൽ നിന്ന് ഈമാൻ. ഇതിങ്ങനെ അർത്ഥം അതിന് കൂടെ. മുഅ്മിൻ എന്ന് പറയുന്നത് അബ്ദുൻ ഹയ്യുൽ ഫുആദ്, മനസ്സ് ജീവിച്ചിരിക്കുന്ന ആളാണ് വിശ്വാസി. കാഫിർ എന്ന് പറഞ്ഞാൽ അവിശ്വാസി.